കേരള ക്രൈം ഫയൽ സീസൺ 2 ഇറങ്ങിയിരിക്കുകയാണ്. ഡയറക്ടഡ് ബൈ അഹമ്മദ് കബീർ. എഴുതിയിരിക്കുന്നത് 2024 കൃഷ്ണകാണ്ഡം എന്ന സിനിമയുടെ എഴുത്തുകാരൻ ബാഹുൽ രമേശാണ്. ആ ഒരു ക്വാളിറ്റിയും റൈറ്റും നമുക്ക് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സീസൺ 1 എനിക്കൊരു ഡീസന്റ് വാച്ച് ആയിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്ലൈമാക്സ്, അതായത് എൻഡിങ് എനിക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് സമ്മാനിച്ചത്. ശരിക്കും ഒരു ത്രില്ലറിന് പ്രോപ്പർ എൻഡിങ് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നടുക്ക് എത്ര ത്രില്ലിംഗ് ആയിക്കോട്ടെ, ക്ലൈമാക്സ് പോയാൽ പിന്നെ കാര്യമില്ലെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. സീസൺ 2 പക്ഷേ ഒരു പ്രോപ്പർലി സാറ്റിസ്ഫാക്ഷൻ ആണ് കംപ്ലീറ്റ്ലി തന്നിരിക്കുന്നത്. ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. എൻഡിങ്ങും ഒരു ഇമ്പാക്ട് നന്നായിട്ട് സമ്മാനിച്ചിട്ടുണ്ടായി. ആദ്യത്തെ 2 എപ്പിസോഡ് കഥേനെ ഡെവലപ്പ് ചെയ്യേണ്ടതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡ് മുതൽ പിടിച്ച കിട്ടില്ല. 4, 5, 6 ഒരു എഡ്ജ് ഓഫ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബാഹുൽ രമേശ് എന്ന എഴുത്തുകാരൻ ആ ഒരു ക്ലെവർ റൈറ്റിംഗ് സിഗ്നേച്ചർ നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ പറ്റും. ക്ലെവർ റൈറ്റിംഗ് മാത്രമല്ല കേട്ടോ, ആ ഒരു റൈറ്ററിന്റെ വിഷയം ബെസ്റ്റ് രീതിയിൽ തന്നെയാണ് അഹമ്മദ് കബീർ എന്ന ഡയറക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 മണിക്കൂർ ബ്രേക്ക് ഉണ്ടെങ്കിൽ സുഖമായി ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റിയ സീരീസ് തന്നെയാണ് കേരള ക്രൈം ഫയൽ സീസൺ 2. ഓരോ എപ്പിസോഡും 20-25 മിനിറ്റ് വീതം തന്നെയാണ്. നെഗറ്റീവ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആകെ തുടക്കത്തെ കുറച്ച് ഡബിംഗ് ഇഷ്യൂസ് മാത്രമേ ഒരു ഫോൾട്ട് ആയിട്ട് തോന്നുള്ളൂ. ബാക്കി ഈ ഹൂഡൻ ത്രില്ലർ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് നമ്മൾ പിടിച്ചിരുത്തും. പിന്നെ ഇതിലെ പെർഫോമൻസും ഭയങ്കര ഓണസ്റ്റ് ആയിരുന്നു. അജു വർഗീസ്, ലാൽ, അർജുൻ രാധാകൃഷ്ണൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, നൂറിൻ ഷെറഫ്, ജിയോ ബേബി, രഞ്ജിത് ശേഖർ, ഷിബ്ല ഫറാർ, ബിനു ദേവ്. പിന്നെ എടുത്തു പറയേണ്ട കുറെ കിടിലൻ പെർഫോമൻസ് അല്ലെങ്കിൽ കിടിലൻ സീക്വൻസസ് ആയിരുന്നു. ഇതിൽ ഇന്ദ്രൻസും ഹരിശ്രീ അശോകന്റെ ഒരു കോംബോ സീൻ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ചിൽസ് വന്നു. ഭയങ്കര ഒരു ഒരു അടിപൊളി സീക്വൻസ് തന്നെയാണ് ഈ സീരീസിലെ. പിന്നെ ബിനു ദേവിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ നായ ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. അതിലൂടെ കഥ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ബ്രില്യൻ ആയിട്ട് തോന്നിയത്. അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഈ സീരീസിൽ ഉള്ളതുകൊണ്ട് കൂടുതൽ എക്സൈറ്റ്മെന്റ് ആണ് കംപ്ലീറ്റ്ലി തോന്നിയത്. പിന്നെ വിഷ്വൽസ്, ആ ഒരു ചിൽസ്, ത്രിൽസ്, ഇമോഷൻ ഒക്കെ വേണ്ട രീതിയിൽ തന്നെ സമ്മാനിച്ചിട്ടുണ്ടായി. പിന്നെ മ്യൂസിക് ഹേഷമന്റെ അടിപൊളിയായിരുന്നു. പ്രൊഡക്ഷൻ ക്വാളിറ്റി കിടിലൻ. പിന്നെ എഡിറ്റിംഗ് ഭയങ്കര ക്രിസ്പാക്കി പിടിച്ചിട്ടുണ്ട്. സോ കേരള ക്രൈം ഫയൽ സീസൺ 2 ഒരു മസ്റ്റ് വാച്ച് ആണെന്ന് തന്നെ പറയാം. സീസൺ 1 കണ്ടിട്ട് വേണം സീസൺ 2 കാണാൻ. ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആണ്.